നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടാൻ നാം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മു ചൊല്ലിയാൽ മതിയെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേടിയും ബേജാറും ഒക്കെ മാറിക്കിട്ടാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിക്കിട്ടാൻ, ഹൃദയത്തിന് വല്ലാതെ കാഠിന്യമുള്ള ആളുകൾ ഉണ്ടാകും. ആ ഹൃദയ കാഠിന്യം മാറിക്കൊണ്ട് നമ്മുടെ ഹൃദയം വല്ലാതെ അലിവുള്ളതും മറ്റുള്ളവരോട് കൃപയുള്ളതും സ്നേഹമുള്ളതൊക്കെ ആയി മാറാൻ നമ്മൾ ഈ ഇസ്മ പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ഇസ്മ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂർ സ്വബാഹിൻ്റെ പ്രഭാതത്തിലുള്ള ഒരു നല്ല ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. ഈ ക്ലാസ് എന്നെന്നും നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾ, നാം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ ചൊല്ലിയാൽ മതിയെന്ന്. ഏതാണ് ആ ഇസ്മ? റഊഫ് എന്നതാണ്. റഊഫ് എന്ന് പറഞ്ഞാൽ കൃപയുള്ളവൻ എന്നതാണ് അർത്ഥം. അള്ളാഹു ഏറെ കൃപയുള്ളവനാണ് തൻ്റെ അടിമകളോട്, ഈ ലോകത്തുള്ള മുഴുവൻ ജീവികളോടും അള്ളാഹു ഏറെ കൃപയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമുക്ക് അവൻ്റെ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കൃപയും കരുണയും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമ്മൾ ചെയ്ത ഇബാദത്തുകൾ വളരെ കുറവാണ്, വളരെ തുച്ഛമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. നമ്മൾ ചെയ്ത ഇബാദത്തുകളിൽ പകുതിയും അതിൽ റിയാ വന്നിട്ടുണ്ടാകും, അതിൽ പല പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാകും. അതൊക്കെ അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ തട്ടിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നാം ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് നമ്മൾ കരുതരുത്. നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് സ്വർഗം ലഭിക്കുക. ഈ ലോകം മുഴുവനും, ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ഭൂമിയിലെ ചെറിയ ജീവികളായ ഉറുമ്പ് പോലും, അതിനേക്കാൾ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട്. മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് ദർശിക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന സൂക്ഷ്മാണുക്കളായ ജീവികൾ. അത് ഈ കരയിലെ വലിയ ജീവികളുണ്ട്, ആനയെ പോലെയുള്ള കരയിലെ വലിയ ജീവികൾ, കടലിലെ തിമിംഗലം പോലെയുള്ള വലിയ ജീവികൾ. ആ വലിയ ജീവികൾ മുതൽ ചെറിയ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളെ വരെ ഇവിടെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി അവർക്ക് ഭക്ഷണം നൽകുന്നവനായ റബ്ബ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർക്കും ഇബാദത്ത് ചെയ്യാത്തവർക്കും, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കുമൊക്കെ അള്ളാഹുവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്രത്തോളം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ് നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ. ആ അള്ളാഹുവിന് എപ്പോഴും നമ്മൾ ശുക്ർ ചെയ്യുന്നവരാകണം, എപ്പോഴും നമ്മൾ നന്ദി ചെയ്യുന്നവരാകണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൃപയില്ലാതെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ നമുക്ക് സ്വർഗമില്ല, നമുക്ക് ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് പോലും. നമ്മൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ നോക്കിയാൽ, നമ്മൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം പോയിട്ട് ഈ ദുന്യാവിൽ തന്നെ ജീവിക്കാനുള്ള അവകാശമില്ല. നമ്മൾ അത്രത്തോളം തെറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്, അത്രത്തോളം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അയ്ബത്ത് പറയുന്നു, നബീമത്ത് പറയുന്നു, കൃത്യമായി ഇബാദത്തുകൾ ചെയ്യുന്നില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല നമ്മൾ. എന്നിട്ടും അള്ളാഹു നമ്മെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു നൽകുന്നുണ്ട്. ആ റബ്ബിൻ്റെ കാരുണ്യമാണത്, അള്ളാഹുവിൻ്റെ കൃപയാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മഹത്വമുള്ള നാമമാണ് റഊഫ് എന്നത്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളിലും ഈ റഊഫ് എന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ തങ്ങളും കൃപയുള്ളവരാണ്, ഏറെ കൃപയുള്ളവരാണ് ഹബീബായ തങ്ങൾ. നിങ്ങൾക്കറിയാം, ജീവികളോട്, സഹജീവികളോട് പോലും ഏറെ കാരുണ്യം, കൃപയും കാണിച്ച ഹബീബായ തങ്ങൾ
മാൻപേടയുടെ ചരിത്രം നമുക്കറിയാം. ഒരു പൂച്ചക്കുഞ്ഞ് ഹബീബായ തങ്ങളുടെ കുപ്പായ കയ്യിൽ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് പള്ളിയിൽ പോകാൻ കുപ്പായം എടുത്തു നോക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞ് കുപ്പായ കയ്യിൽ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ കുപ്പായ കയ്യിന്റെ ഒരു കൈ മുറിച്ചു മാറ്റി. ആ പൂച്ച സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതി. നമ്മളാണെങ്കിലോ പൂച്ചയെ തട്ടി വിടൂലേ, ഉണർത്തി വിടൂലേ? അത് ഹബീബായ തങ്ങൾ ചെയ്തില്ല. എന്നിട്ട് ഒറ്റ കൈയുള്ള കുപ്പായം ഇട്ട് മസ്ജിദ് നബവിയുടെ അകത്തളത്ത് പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ സഹജീവികളോടുള്ള സഹോദര്യത്തിന്റെ, മമതയുടെ, സഹവർത്തിത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാലോകർക്ക് കാണിച്ചു നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യരോടും ഹബീബായ തങ്ങൾ സ്നേഹം കാണിച്ചു, കൃപ കാണിച്ചു, അലിവ് കാണിച്ചു, കാരുണ്യം കാണിച്ചു. അടിമകളോട് പോലും, ഈ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരോട് പോലും ഹബീബായ തങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അവരെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് മോചനം നൽകിയിട്ടുണ്ട്. അടിമകളാക്കി വെച്ചിരുന്നവരെ പണം കൊടുത്ത് മോചിപ്പിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ. ശത്രുക്കളോട് പോലും ഹബീബായ തങ്ങൾ സ്നേഹമാണ് കാണിച്ചിട്ടുള്ളത്. മക്കം ഫതഹിന്റെ സമയത്ത് മക്ക മുഴുവനും വിജയം ലഭിച്ചു. മക്കയിൽ ആദ്യകാലത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാതെ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയരാക്കി ഹബീബായ തങ്ങളെയും സഹാബത്തിനെയും. എന്നിട്ട് അവർക്ക് അവിടുന്ന് ഹിജ്റ പോകേണ്ടി വന്നു മദീനത്തേക്ക്. നമുക്കറിയാം ചരിത്രമൊക്കെ. എന്നിട്ട് മക്കം ഫതഹിന്റെ അന്ന് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് ഹബീബായ തങ്ങൾക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഹബീബായ തങ്ങൾ അവർക്കൊക്കെ ഏറ്റവും വലിയ നിർഭയത്വം നൽകി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബായ തങ്ങൾ ഏറ്റവും വലിയ കൃപയുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ആ ഹബീബായ തങ്ങളുടെ ഇസ്മുകൾപ്പെട്ട ഒരു ഇസ്മാണ് റഊഫ് എന്നത്. അപ്പോൾ ആ യാ റഊഫ് എന്ന ഇസ്മ നമ്മൾ 287 തവണ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ 287 തവണ യാ റഊഫ്, യാ റഊഫ്, യാ റഊഫ് എന്നുള്ള ഇസ്മ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി നോക്കുക, വലിയ വിജയം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൃദയകാഠിന്യം മാറാൻ, റഊഫ് എന്ന് പറഞ്ഞാൽ കൃപയുള്ളവരെന്നതാണ്. ഹൃദയത്തിന് കൃപയും കരുണയും ഒക്കെ വേണം. ഹൃദയം ഇങ്ങനെ കട്ടിയുള്ളതായി മാറാൻ പാടില്ല. ആ ഹൃദയത്തിന്റെ കാഠിന്യം മാറിക്കൊണ്ട് ഹൃദയം മൃദുലമുള്ളതാകാൻ, കൃപയുള്ളതാകാൻ ഈ ഇസ്മ ചൊല്ലിയാൽ മതി എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വലിയ കാവൽ ലഭിക്കാൻ ഈ ഇസ്മ പതിവാക്കിയാൽ മതി എന്നതാണ്. അള്ളാഹുവിന്റെ വലിയ കാവലും സംരക്ഷണവും നമുക്ക് ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പേടി മാറാൻ, നമുക്ക് വല്ലാതെ പേടിയും ബേജാറൊക്കെ ഉള്ളവരുണ്ടാകും, അതൊക്കെ മാറിക്കിട്ടാനും യാ റഊഫ് എന്നുള്ള ഇസ്മ ചൊല്ലിയാൽ മതി എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് എന്നും ചൊല്ലുന്ന ദിക്ർ ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. إن شاء الله നമുക്ക് ദുആ ചെയ്യാം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ്. ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, വരുമാന മാർഗങ്ങളിലൊക്കെ നീ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ, ഒരുപാട് പേര് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. മാറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലത്തെ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും മാറാവ്യാധി അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.